സാന്നിധ്യമടക്കം അറിയിച്ച വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇനി കേരളം കടക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞാൽ 42 മണിക്കൂറുകൾ കഴിഞ്ഞാൽ കേരളം പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന പശ്ചാത്തലമാണ്. അത്രത്തോളം ആവേശം നിറഞ്ഞ 45 ദിവസത്തോളം ആവേശം നിറഞ്ഞ പ്രചരണകാലം. വനിതാ പ്രവർത്തകരുടെയൊക്കെ ആവേശം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പോകാൻ ഒരുങ്ങും. മറ്റന്നാൾ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും പാർട്ടി പ്രവർത്തകരുടെ ആവേശം അതിൻ്റെ കൊടുമുടിയുടെ മുകളിലേക്ക് കയറുകയാണ്. ഇനി മിനിറ്റുകൾ മാത്രം, നിമിഷങ്ങൾ മാത്രമാണ് ഈ പരസ്യ പ്രചരണത്തിലുള്ളത്. ആ അവസാന മിനിറ്റുകളെ ആവേശം കൊണ്ട്, അണികളെ ആവേശഭരിതരാക്കിക്കൊണ്ട് നേതാക്കളും ഒപ്പം അണികളുമാകെ വലിയ ആവേശത്തിലാണ്. എല്ലാ വിധത്തിലുള്ള ആശംസകളും അർപ്പിക്കുകയാണ് പാർട്ടി പ്രവർത്തകർ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ കൊടിതോരണങ്ങൾ ദൃശ്യങ്ങളിൽ കാണാം. വടകരയിലടക്കം വലിയ ആവേശകരമായ പോരാട്ടം നടന്ന മണ്ഡലമാണ് എന്നുള്ളതാണ്. ആൾക്കൂട്ടം ഒന്നാകെ നൃത്തം ചുവടുകളുമായി നിൽക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ്. അവസാന നിമിഷത്തിലേക്ക് വരുന്നതോടുകൂടി അതിന്റെ ഏറ്റവും തീവ്രതയിൽ നിൽക്കുമ്പോൾ ആൾക്കൂട്ടം താളത്തിനൊത്ത് നൃത്തം ചെയ്ത് ആവേശം കൊണ്ട് ഓരോരുത്തരും ജ്വലിക്കുന്ന കാഴ്ചകളിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രം ഈ ആവേശത്തിന് അവസാനമാവാൻ, ഏറ്റവും അവസാനത്തെ നിലയിൽ ദൃശ്യങ്ങൾ കാണാം. നമുക്ക് 2 മിനിറ്റ് മാത്രമാണ് ഈ ആവേശ കാഴ്ചകൾക്ക് ബാക്കിയുള്ളത്. സ്ഥാനാർത്ഥികൾ താഴേക്ക് ഇറങ്ങുന്നു. രാജശേഖർ ആകാശത്തായിരുന്നു. എത്തി. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഈ പരസ്യമായ പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ നേതാക്കൾ നൽകുകയാണ്. നിർദ്ദേശങ്ങൾ അണികൾക്ക് നൽകുന്നു. പക്ഷേ അവരുടെ ആവേശം ഒട്ടും ചോരുന്നില്ല. അവർ ആവേശം മാറ്റിവെക്കുന്നു. ആവേശം മാറ്റിവെച്ചുകൊണ്ട് ഇനിയുള്ള മണിക്കൂർ നിശബ്ദ പ്രചരണത്തിനുള്ള സമയം കൂടിയാണ്. അതിനുള്ള ശ്രമത്തിലാണ് ഈ പ്രവർത്തകരും നേതാക്കളുമെല്ലാം. നിശബ്ദ ഡാൻസുകളും പാട്ടുകളും മറ്റും അവസാനിപ്പിച്ച് സംസ്ഥാനത്ത് കൊട്ടിക്കലാശം ഏതാണ്ട് അവസാനിച്ചു എന്ന് വേണം കരുതാൻ. 6 മണി സമയമെത്തിയിരിക്കുന്നു.
കൊട്ടിക്കലാശം സംസ്ഥാനത്ത് അവസാനിച്ചിരിക്കുന്നു. ഇനിയും നിശബ്ദ പ്രചരണം അതിനുശേഷം പോളിംഗ് ബൂത്തിലേക്ക് കേരളം ചലിക്കും. ആവേശ കാഴ്ചകൾക്ക് അവസാനമാകും. എല്ലായിടത്തും പോലീസ് ഇടപെട്ട് മൈക്ക് ഓഫ് ചെയ്യുകയാണ്. സാധാരണ കുട്ടിക്കലാശത്തിന്റെ അവസാനം ഇങ്ങനെയാണ്. പോലീസ് ഇടപെട്ട് എല്ലാ സ്ഥലത്തെയും മൈക്ക് ആദ്യം ഓഫ് ചെയ്യും, പിന്നീട് പ്രവർത്തകരെ പിരിച്ചുവിടും. സ്വാഭാവികമായും പ്രവർത്തകർ ഈ 6 മണിക്ക് തന്നെ പിരിഞ്ഞു പോകണമെന്നില്ല. പക്ഷേ പ്രധാന മൈക്കുകളെല്ലാം കൃത്യമായി തന്നെ 6 മണിക്ക് പോലീസ് ഓഫ് ചെയ്യും. അങ്ങനെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് മൈക്ക് ഓഫ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. 3 മുന്നണിയുടെയും മൈക്കുകൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രവർത്തകരും നേതാക്കളും പിരിഞ്ഞു പോവുക എന്നുള്ളതാണ്. എന്തായാലും വലിയ ആവേശത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് ഇനി താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി നിശബ്ദത പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ് മുന്നിലുള്ളത്. ഇനിയുള്ളതാണ് ഏറ്റവും നിർണായകമായ മണിക്കൂറുകൾ. അവസാന നിമിഷം ആടി നിൽക്കുന്ന വോട്ടുകൾ സ്വന്തം പക്ഷത്തേക്ക് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, വരാത്ത വോട്ടുകളെ നാട്ടിലെത്തിച്ച് വോട്ട് ചെയ്യിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, അങ്ങനെ ഏറ്റവും നിർണായകമായ പ്രവർത്തനത്തിൻ്റെ മണിക്കൂറുകളിലേക്ക്, നിമിഷങ്ങളിലേക്ക് കൂടിയാണ് കേരളത്തിലെ 3 പ്രധാനപ്പെട്ട മുന്നണികളും കടക്കുന്നത്. ഈ വലിയ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ നാളത്തെ ഒരു ദിവസം പൂർണ്ണമായും നിശബ്ദ പ്രചരണത്തിൻ്റെ വലിയ തന്ത്രങ്ങളുടെയൊക്കെ ദിവസങ്ങൾ കൂടിയാവും നാളെ. നിശബ്ദ പ്രചരണമാണ് ഇനി 6 മണിക്ക് ശേഷം ഉണ്ടാവുക. ഇപ്പോൾ 6 മണി കഴിഞ്ഞിരിക്കുന്നു. കൊട്ടിക്കലാശം അതിൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു. കുട്ടിക്കലാശം പരിസമാപ്തിയിൽ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നു, സ്ഥാനാർത്ഥികൾ പിരിഞ്ഞു പോകുന്നു. ആവേശകരമായ പ്രചരണ കാലത്തിന് അവസാനമായിരിക്കുന്നു എന്ന് വേണം ഇതിനോട് കൂട്ടി വായിക്കാൻ. ഇനി ഓരോ വോട്ടുകളും നേരത്തെ കിരൺ പറഞ്ഞ പോലെ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അല്പം ഒരു വിശ്രമവും ഇനി ഒരു പക്ഷേ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകും. കാരണം ഇന്നലെ വരെയൊക്കെ രാത്രി 12-1 മണി വരെയൊക്കെ ഈ പ്രചരണ പരിപാടികളിൽ യോഗങ്ങളിൽ പങ്കെടുത്താണ് സ്ഥാനാർത്ഥികൾ വിശ്രമിക്കാൻ പോയിരുന്നത്. ഇന്ന് ഇതിനുശേഷം അല്പം ഒരു വിശ്രമത്തിലേക്കായിരിക്കും ഒരു പക്ഷേ കാര്യങ്ങൾ പോവുക. പന്നിൻ്റെ ബിന്ദുവിനാണ് കാണുന്ന ദൃശ്യങ്ങളിൽ. കടുത്ത മഴ പേരൂർക്കട ഭാഗത്തുണ്ട്, തിരുവനന്തപുരത്ത് ഭാഗത്തുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ മഴയിലും പ്രചരണ പരിപാടികൾ കൊട്ടും ആവേശം കുറയ്ക്കാതെയാണ് കൊട്ടിക്കലാശം പൂർത്തിയാക്കിയത്.